Download now. CC Learning app. Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ലെനീന. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് VFA എക്സാം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടാവും. അപ്പൊ VFA എക്സാം അറിയാം 10th ലെവൽ എക്സാം ആണ് അല്ലെ. ഇനി ഈ ഒരു വർഷം വരാനിരിക്കുന്ന ഒരു മെയിൻ എക്സാം ആണ് VFA. ഈ എക്സാം വരാനിരിക്കുന്നത് ഒരു സെപ്റ്റംബർ ടു നവംബർ മാസത്തിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന LDC പോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ എക്സാം ആണ്. അപ്പൊ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിർബന്ധമായും ഈ ഒരു ക്വസ്റ്റ്യൻസ്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസാ വരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സയൻസിൽ നിന്നും ഏതൊക്കെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരാം, ഏത് ടൈപ്പ് ചോദിക്കാം എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ കൃത്യമായി ഈ വീഡിയോ ഫസ്റ്റ് ടു ലാസ്റ്റ് കാണാൻ നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഇപ്പൊ നെഫ്രൈറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ നെഫ്രോൺസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നെഫ്രോൺസ് കിഡ്നിയിലാണ് അല്ലെ. അപ്പൊ കിഡ്നി അല്ലെങ്കിൽ വൃക്ക. അപ്പൊ നെഫ്രൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? വൃക്കയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വൃക്കയെ ബാധിക്കുന്ന രോഗമാണ് നെഫ്രൈറ്റിസ്. ഇനി അടുത്തതായിട്ട് ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത് എന്ത്? ലോക പ്രമേഹ ദിനം. ഇപ്പൊ ലോക പ്രമേഹ ദിനം നവംബർ 14 ആണോ, നവംബർ 16, ഓഗസ്റ്റ് 14, ഓഗസ്റ്റ് 16? അപ്പോ നവംബർ 14, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നവംബർ 14 ആണ്. ഇപ്പൊ പ്രമേഹ ദിനവും ശിശുദിനവും നമുക്ക് ഓർത്തു വെക്കാം. അപ്പൊ പ്രമേഹ ദിനത്തെ ശിശുദിനമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ശിശുദിനവും നവംബർ 14 ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പിത്തരസം എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് വൃക്കയല്ല, എവിടെയാണ്? കരളാണ്. അപ്പൊ പിത്തരസം കരളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ പോയിന്റ് തെറ്റാണ്. ഫസ്റ്റ് പോയിന്റ് തെറ്റാണ്. നെക്സ്റ്റ്, പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല എന്ന് പറഞ്ഞത് ശരിയാണ്. ദെൻ പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു. പിത്തരസം വിഘടിപ്പിക്കുന്നത് അന്നജത്തെ വിഘടിപ്പിക്കുന്നില്ല. എന്തിനെയാണ് വിഘടിപ്പിക്കുന്നത്? കൊഴുപ്പിനെയാണ് വിഘടിപ്പിക്കുന്നത്. കൊഴുപ്പ്. അപ്പൊ പിത്തരസം കൊഴുപ്പ് വിഘടിപ്പിക്കുന്നു എന്നാണ് വേണ്ടതോ. അപ്പൊ തേർഡ് പോയിന്റ്, പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്നു. പിത്തരസം വിഘടിപ്പിക്കുന്നത് കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്നു. അപ്പൊ ഓപ്ഷൻ 3 തെറ്റാണ്. നെക്സ്റ്റ്, പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. അത് ശരിയാണ്. പിത്തരസം ക്ഷാരഗുണമാണ് ഭക്ഷണത്തിന് നൽകുന്നത്. അപ്പോ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവന എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ 1ഉം 3ഉമാണ് തെറ്റല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1ഉം 3ഉം തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഈ ഒരു പിത്തരസം, കരള്, അവയവങ്ങളെ കുറിച്ചൊക്കെ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളാണ്. അപ്പൊ നമ്മളെ മനുഷ്യ ശരീരത്തിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഏതൊരു എക്സാമിന് പോകുമ്പോഴും ഉണ്ടാക്കി വെക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് നിശാന്തത, ഗ്ലോക്കോമ, തിമിരം, സീറോഫ്താൽമിയ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സീറോഫ്താൽമിയാണ് ആൻസർ. അപ്പൊ ഇവിടെ നോക്കിയേ, വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമാവുന്ന അവസ്ഥയാണ് എന്ത്? സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. കോർണിയ അതാര്യമാവും. കോർണിയ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാവും. സുതാര്യം എന്ന് വെച്ചാൽ പ്രകാശത്തെ കടത്തിവിടുന്നത്, അതാര്യം പ്രകാശത്തെ കടത്തിവിടുന്നില്ല. അപ്പൊ നമ്മുടെ കോർണിയ പ്രകാശത്തെ കടത്തിവിടാതാവും. ആ ഒരു അവസ്ഥയാണ് സീറോഫ്താൽമിയ. ഇനി വിറ്റമിൻ എയുമായിട്ട് റിലേറ്റ് ചെയ്ത അസുഖം തന്നെയാണല്ലേ നിശാന്തത എന്ന് വെച്ചാൽ വിറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത്, ഡെഫിഷ്യൻസി ഒക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നതാണ് നിശാന്തത. അപ്പൊ ഇത് തുടർച്ചയായ അഭാവമാണെങ്കിൽ സീറോഫ്താൽമിയ, ഡെഫിഷ്യൻസി വന്നു തുടങ്ങുന്ന സമയത്താണെങ്കിൽ അത് നിശാന്തതയാണ്. രാത്രി കാലങ്ങളിലൊക്കെ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് നിശാന്തത. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? പൈനിയൽ ഗ്രന്ഥി, മെലാട്ടോണിൻ. ഒന്ന് ശരിയാണോ? കറക്റ്റ് ആണല്ലേ. പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിനാണ്. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലാട്ടോണിൻ. നെക്സ്റ്റ്, തൈറോയിഡ് ഗ്രന്ഥി ഇൻസുലിൻ. തൈറോയിഡ് ഗ്രന്ഥി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ സെക്കൻഡ് തെറ്റാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥിയാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ തേർഡ് പോയിന്റ്, ആഗ്നേയ ഗ്രന്ഥി തൈമോസിൻ എന്നാ കൊടുത്തിരിക്കുന്നത്.
ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതല്ല തൈമോസിൻ. തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്, തൈമസ് ഗ്രന്ഥി. അപ്പൊ അതും തെറ്റാണ്, തേർഡും തെറ്റാണ്. ഇനി 4 അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോൾ. അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് കോർട്ടിസോൾ. അപ്പൊ അത് ശരിയാണ്. അപ്പൊ ഇവിടെ ശരിയായ രീതിയിൽ യോജിപ്പിച്ചത് ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആൻസർ. 1, 4 എന്നിവയാണ് ശരിയായ രീതിയിൽ യോജിപ്പിച്ചത്, 1ഉം 4ഉം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏത്? അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നമുക്കതില് ഏതെങ്കിലും രോഗകാരികളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ രോഗങ്ങളുടെ അവസ്ഥ, രോഗങ്ങളെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏത്? വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? അപ്പൊ ഇത് കഴിഞ്ഞ 2023-24 ചോദിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ചോദിക്കുന്ന സമയത്ത് ഏതായിരിക്കും? 2025, 26 ഒക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇപ്പൊ 2022 സ്വീഡൻ ആണ് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ഓപ്ഷൻ എ ആണ് സ്വീഡൻ. ഇനി 2024 സൗദി അറേബ്യ ആണ്. 2024 സൗദി അറേബ്യ. ഓക്കെ, 2025, 26 നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. 2025 റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. 2025 റിപ്പബ്ലിക് ഓഫ് കൊറിയ. ലോക പരിസ്ഥിതി ദിനത്തെ ആതിഥേയത്വം വഹിക്കുന്നത് 2025 റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. 2026 ഇനി വരാൻ പോകുന്ന പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അസർബൈജാൻ ആണ്. അസർബൈജാൻ. അപ്പൊ അതും കൂടെ ഓർത്തു വെക്കുക, അസർബൈജാൻ. ഓക്കെ, അപ്പൊ പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം, ഇത് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം കണ്ടെത്തുക. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാ പ്രതിബിംബമായിരിക്കും. അത് ശരിയാണ്. കോൺവെക്സ് ദർപ്പണം ഒരു മിഥ്യാ പ്രതിബിംബമാണ് രൂപീകരിക്കുന്നത്, റിയൽ ഇമേജ് അല്ല, യഥാർത്ഥ പ്രതിബിംബമല്ല, മിഥ്യാ പ്രതിബിംബമാണ്. ഇനി ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. അതും ശരിയാണ്. അപ്പൊ നമ്മുടെ റിയർ വ്യൂ മിററായി വാഹനങ്ങളിലൊക്കെ കാണുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അതിൽ നോക്കിയാൽ ബാക്കിലുള്ള വണ്ടികളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ചെറുതായിട്ടാണ് അല്ലെ. അപ്പോ വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമാണ് രൂപപ്പെടുന്നത്. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 2 പ്രസ്താവനകളും ശരി എന്നാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2 പ്രസ്താവനകളും ശരി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏത്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കാണുന്നതാണ്, ഈ പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ട്. ഇവിടെ ആൻസർ വരുന്നത് പാസ്കൽ നിയമമാണ്. ഓപ്ഷൻ ബി ആണ്. അപ്പൊ മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇത് റിപ്പീറ്റഡ് ആയിട്ട് പാസ്കൽ നിയമത്തിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ബോയിൽ നിയമം, ചാൾസ് നിയമം ഒക്കെ പറയുന്നത് വാതക നിയമങ്ങളാണ്. ഇതേപോലെ ബെർണോളി നിയമം, ഇതൊക്കെ എന്താന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ. 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗുരുത്വാകർഷണ ബലത്തിന്റെ ഇക്വേഷൻ അറിയണം അല്ലെ. ഇക്വേഷൻ എന്താണ് വരുന്നത്? F = Gm1m2/r² ആണ് അല്ലെ. അപ്പൊ 2 വസ്തുക്കളുടെ മാസ് ആണ് m1 m2. അപ്പോ അതിന്റെ ഈ ഒരു 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരമാണ് r. ഈ r പകുതിയാക്കിയാൽ, ഈ ദൂരം പകുതിയാക്കിയാൽ ഇതിൽ ഗുരുത്വാകർഷണ ബലത്തിന് ഉണ്ടാവുന്ന എത്ര മടങ്ങാവും, ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ ഇതിനെ മാറ്റി Gm1 m2 എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആക്കി എടുത്തിട്ട് k/r² എന്ന് എഴുതാം. Gm1 m2 = k/r² എന്ന് എഴുതിയാൽ ഈ ദൂരം നമ്മൾ പകുതിയാക്കണം അല്ലെ. അപ്പൊ k/r/2² വരും. r/2² = k/r²/4 വരും. അപ്പൊ ഇതിനെ തിരിച്ച് വിൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 4k/r² വരും. അപ്പൊ k/r² ആണല്ലോ നമുക്ക് ഗുരുത്വാകർഷണ ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്, ഗുരുത്വാകർഷണ ബലം k/r² നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു r/2 ആക്കി മാറ്റും, അതിന്റെ കൂടെ ഒരു 4ഉം കൂടെ ചേരും. അപ്പൊ 4 മടങ്ങാണ് നമുക്ക് പറയാൻ പറ്റും. 4k/r² ആണ് ആൻസർ കിട്ടിയത്. അപ്പൊ 4 മടങ്ങാണെന്ന് പറയാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 4 മടങ്ങാണ് ഗുരുത്വാകർഷണ ബലം വർദ്ധിക്കുന്നത്, 4 മടങ്ങായിട്ട് വർദ്ധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനായുള്ള ISRO പദ്ധതിയുടെ പേര്? അപ്പൊ മനുഷ്യനെ സ്പേസിൽ കൊണ്ടുപോകുന്ന പദ്ധതിയാണ് ഗഗൻയാൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഗഗൻയാൻ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച്
ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വം, ഗുരുത്വ തരംഗങ്ങൾ എന്ന് മാറ്റർ വേവ്സിനെ കുറിച്ചൊക്കെ ആദ്യമായി പ്രവചിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ആയിട്ട് സ്റ്റീഫൻ ഹോക്കിംഗ്, കാൾ സാഗൻ, ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നിവരെയാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആദ്യമായിട്ട് പ്രവചിച്ചത്, ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓക്കെ, നെക്സ്റ്റ് കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻ. ലിഥിയം Li37 ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം. മൗലിക കണങ്ങൾ എന്ന് പറയുമ്പോൾ 3 എണ്ണമാണ് അല്ലെ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഈ 3 കണങ്ങളുടെ എണ്ണമാണ്. അപ്പോ ഒരു ആറ്റം ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ Li3 ആണ്. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ ആണ് 3. അറ്റോമിക് നമ്പർ ആണ് താഴെ എഴുതുന്നത്, മാസ് നമ്പർ ആണ് മേലെ എഴുതുന്നത്. 7 ആണ് മാസ് നമ്പർ എന്നറിയാം. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പറിന് തുല്യമായിരിക്കും ഇലക്ട്രോണും പ്രോട്ടോണും. ഇപ്പൊ പ്രോട്ടോൺ P = 3 ആണ്, ഇലക്ട്രോണും 3 ആണെന്ന് പറയാം. അപ്പൊ പ്രോട്ടോണും ഇലക്ട്രോണും 3 വീതമാണ്. ഇനി ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ ന്യൂട്രോൺ കിട്ടും അല്ലെ? മാസ് നമ്പറിൽ നിന്നും അല്ലെങ്കിൽ പ്രോട്ടോൺസിന്റെ എണ്ണം കുറച്ചാൽ ന്യൂട്രോൺസ് കിട്ടും. കാരണം പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടെ കൂട്ടിയാലാണ് നമുക്ക് മാസ് നമ്പർ കിട്ടുന്നത്. അപ്പൊ ഇവിടെ 7ൽ നിന്നും 3 കുറച്ചാൽ ന്യൂട്രോൺസിന്റെ എണ്ണമാണ്. ന്യൂട്രോൺസ് 4 ആണ്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? 3 ഇലക്ട്രോൺ, 3 പ്രോട്ടോൺ, 4 ന്യൂട്രോൺ എന്നാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 3 ഇലക്ട്രോൺ, 3 പ്രോട്ടോൺ, 4 ന്യൂട്രോൺ. ഓക്കെ, നെക്സ്റ്റ് വൺ. പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു. ഇപ്പൊ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലുപ്പം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിയാണ്. ഓപ്ഷൻ എ പോയിന്റ് 1 ശരിയാണ്. നെക്സ്റ്റ് വൺ. ഒരു പീരീഡിൽ നിന്ന് ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു. നമുക്കറിയാം ഇതൊരു പീരിയോഡിക് ടേബിൾ ആണെങ്കിൽ ആ പീരിയോഡിക് ടേബിളിന്റെ ഈ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ലോഹങ്ങളാണ് അല്ലെ? ഇവിടെയുള്ള കുറച്ച് പോർഷൻസ് ആണ് അലോഹങ്ങൾ വരുന്നത്. അപ്പോ ലോഹ സ്വഭാവം ഇടതുനിന്ന്, ഇതാണ് ഇടതുഭാഗം, ഇടതുഭാഗത്ത് നിന്ന് വലത്തേക്ക് പോകുന്തോറും ലോഹ സ്വഭാവം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു പീരീഡിൽ നിന്നും ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ 2 തെറ്റാണ്. 1 ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരി എന്നാണ് ആൻസർ വരിക. 2 മാത്രം ശരി തെറ്റാണ്. 2 പ്രസ്താവനകൾ ശരി, 2 പ്രസ്താവനകൾ തെറ്റ്, അതും തെറ്റാണ്. അപ്പൊ 1 മാത്രം ശരിയാണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ. അലൂമിനിയത്തിന്റെ അയിര് ഏത്? സ്ഥിരമായിട്ട് ഏതൊരു എക്സാം നോക്കിയാലും അതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അയിരുകൾ, ലോഹങ്ങളും അയിരുകളും. അപ്പൊ അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിന്റെ അയിര്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബോക്സൈറ്റ് ആണ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിന്റെ അയിരുകളാണ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. കലാമിൻ എന്നത് സിങ്കിന്റെ അയിരാണ്. അപ്പോ അയിരുകളും ലോഹങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തതായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് നഗരത്തിലാണ്? ഡൽഹിയാണോ, കൊൽക്കത്തയാണോ, ബാംഗ്ലൂരാണോ, തിരുവനന്തപുരമാണോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബാംഗ്ലൂരാണ് ആൻസർ. നെക്സ്റ്റ് വൺ. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന കുമിള മുകളിലേക്ക് വരുംതോറും കുമിളക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് PSC എക്സാമിന് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. വാതക നിയമവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രഷർ കൂടുന്ന സമയത്ത് അവിടെ വോളിയം കുറയാണ് ചെയ്യുക അല്ലെ? പ്രഷർ കൂടുമ്പോ വോളിയം, വ്യാപ്തം കുറയാണ് ചെയ്യുന്നത്. അക്വേറിയത്തിന്റെ താഴെയാണോ പ്രഷർ, മുകളിലാണോ? ഒരു വെള്ളത്തിൽ അടിയിലേക്ക് പോകുന്തോറും പ്രഷർ കൂടുകയോ കുറയോ? വെള്ളത്തിനടിയിലേക്ക് ആഴം കൂടുന്തോറും പ്രഷർ കൂടുകയാണ് ചെയ്യുക. ആഴം കൂടുന്തോറും പ്രഷർ കൂടും, മുകളിലേക്ക് വരുന്തോറും മർദ്ദം കുറയും. പ്രഷർ എന്ന് വെച്ചാൽ മർദ്ദം കുറഞ്ഞു വരും. അപ്പൊ മുകളിലേക്ക് വരുന്തോറും മർദ്ദം കുറയുന്നത് കൊണ്ട് അതിന്റെ വ്യാപ്തം കൂടും, കുമിളകളുടെ വ്യാപ്തം വർദ്ധിച്ചു വരും. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മർദ്ദം കുറയുന്നതിനാൽ കുമിളകളുടെ വലുപ്പം കൂടുന്നു. മർദ്ദം കുറയുമ്പോൾ വലുപ്പം കൂടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മർദ്ദം കുറയുമ്പോൾ വലുപ്പം കൂടും. ഓക്കെ, അപ്പൊ നമ്മളിത് ഡിസ്കസ് ചെയ്തത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള PYQs ആണ്. അപ്പൊ ഈ ഒരു PYQസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോർഷൻസ് ഏകദേശം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് മനസ്സിലായല്ലേ? അപ്പൊ LDC ലെവൽ എക്സാം തന്നെയാണ്. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അപ്പൊ അതിലൂടെ നമുക്കൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ PYQs മാത്രം നോക്കാതെ കൂടാതെ എന്തുകൂടെ നോക്കണം? സിലബസ് വൈസ് നമ്മൾ ടോപ്പിക്സും പഠിച്ചു പോകണം. ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഗൈഡോ അല്ലെങ്കിൽ
അങ്ങനെ ഗൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഗൈഡിന്റെ ഒപ്പം തന്നെ SCERT സിലബസ് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. SCERT 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിക്കാം. അപ്പോ അത്രയാണ് ഈ വില്ലേജ് ഫീൽഡ് ടെസ്റ്റിന് നമുക്ക് കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന. SCERT പഠിച്ചാൽ മതി. അതേപോലെ PYQs പഠിക്കുക, SCERT പഠിക്കുക, അതിന്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു ഗൈഡിന്റെ ഫോക്കസ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമ്മളൊരു എക്സാം ക്രാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ വില്ലേജ് ഫീൽഡ് ടെസ്റ്റിന്റെ എക്സാം വരുന്നത് എപ്പോഴാണ്? ഒരു സെപ്റ്റംബർ ടു നവംബർ മാസത്തിലാണ് എക്സാം വരുന്നത്. ആ ഒരു എക്സാം ഇനിയിപ്പോ ഒരു കുറച്ച് മാസം, ഒരു 6-7 മാസമാണല്ലേ നമുക്ക് മുന്നിലുള്ളത്. ഈ ഒരു 6 മാസത്തിനുള്ളിൽ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി കൃത്യമായി ഡെയിലി ലൈവ് ക്ലാസ്സസ് കൂടെയുള്ള ബാച്ചസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീവ് ക്രാക്കറിലെ ബാച്ചസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ തന്നെ മെന്റർഷിപ്പ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. മെന്റർഷിപ്പ്, ഡെയിലി ലൈവ് ക്ലാസ്സസ്, കൂടാതെ റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഓരോ ടോപ്പിക്കും റെക്കോർഡഡ് ക്ലാസ്സസും നമുക്ക് ആപ്പിൽ കാണാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എക്സാംസ് നടത്തും, PYQ ഡിസ്കഷൻ ഉണ്ടാവും, എല്ലാം ഒരൊറ്റ ബാച്ചിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 8590202323 ആണ് നമ്പർ. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.